നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. പാലക്കാട് ഭർതൃവീട്ടിൽ യുവതിയെ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവവുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ വിവരങ്ങൾ പുറത്തുവരികയാണ്. പാലക്കാട് കണ്ണമ്പ്ര സ്വദേശി നേഹയാണ് മരിച്ചത്. കഴിഞ്ഞ ദിവസമൊക്കെ ആ മാതാവ് വേദനയോടെ തൻ്റെ മകളുടെ അവസ്ഥ വിവരിക്കുന്നതൊക്കെ നമ്മൾ കണ്ടതാണ്. വളരെ വേദനാജനകമായ കാഴ്ചയാണ് കേരളം കഴിഞ്ഞ ദിവസം സാക്ഷിയായത്. മകൾ അങ്ങനെ ചെയ്യില്ല എന്നതടക്കമുള്ള ഒരു കരഞ്ഞു നിലവിളിച്ച ആ അമ്മ എല്ലാവരോടും പറഞ്ഞത് എൻ്റെ മകൾ ആത്മഹത്യ ചെയ്യില്ല എന്നതടക്കമുള്ള ഒരു പ്രതികരണമായിരുന്നു അമ്മയുടെ ഭാഗത്തു നിന്നും ഉണ്ടായത്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വന്നിട്ടുണ്ട്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ഇത് തൂങ്ങി മരണമാണ് എന്ന് വ്യക്തമായിരിക്കുകയാണ്. കൊലപാതകമാണെന്ന് നേഹയുടെ ബന്ധുക്കൾ ആരോപിച്ചിരുന്നു. എന്തായാലും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ഇതൊരു തൂങ്ങി മരണമാണെന്ന് സ്ഥിരീകരിച്ചിരിക്കുകയാണ്. ബുധനാഴ്ച രാത്രിയാണ് നേഹയെ ഭർത്താവ് പ്രദീപിൻ്റെ ആലത്തൂർ വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. നിലത്ത് വീണ് കിടക്കുന്ന നിലയിലായിരുന്നു മൃതദേഹം. കുഞ്ഞിൻ്റെ തൊട്ടിൽ കൊളുത്തിലാണ് നേഹ തൂങ്ങിയത്. പിന്നീട് കയറ് പൊട്ടി നിലത്ത് വീണതാകാം എന്നാണ് നിലവിൽ അന്വേഷണ സംഘത്തിൻ്റെ നിഗമനം. കൂടുതൽ കാര്യങ്ങൾ പരിശോധിക്കുന്നുണ്ട്. പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. യുവതിയുടെ മരണത്തിൽ ദുരൂഹതയുണ്ട് എന്ന് ബന്ധുക്കൾ തുടക്കത്തിൽ തന്നെ ഒരു ആരോപണം മുന്നോട്ട് വെച്ചിരുന്നു. അതുകൊണ്ട് തന്നെ വളരെ അന്വേഷണമൊക്കെ ഊർജിതമാക്കിയിരിക്കുകയാണ്. ഭർത്താവ് ആലത്തൂർ പോലീസ് കസ്റ്റഡിയിൽ തുടരുന്നുണ്ട്. കഴിഞ്ഞ ദിവസം രാത്രി 12:20 നേഹ കുഴഞ്ഞു വീണുവെന്ന് ഭർതൃ വീട്ടുകാർ നേഹയുടെ വീട്ടുകാരോട് വിളിച്ചു പറയുന്നത്. അപ്പോൾ ഈ വീട്ടുകാർ എത്തുന്നു. നേഹയുടെ ബന്ധുക്കൾ ആലത്തൂരിലെ സ്വകാര്യ ആശുപത്രിയിലെത്തി. അപ്പോഴേക്കും മകളുടെ മരണവാർത്തയാണ് ആശുപത്രിയിലെത്തിയപ്പോൾ അവരറിഞ്ഞത്. മരണത്തിൽ അസ്വാഭാവികത സംശയിച്ച് ആശുപത്രി അധികൃതർ പോലീസിനെ വിവരം അറിയിക്കുന്ന സാഹചര്യമുണ്ടായി. പ്രാഥമിക പരിശോധനയിൽ കഴുത്തിൽ പാടുണ്ട് എന്നും പോലീസ് കണ്ടെത്തി. പിന്നാലെ കുടുംബവും ഭർത്താവിനെതിരെ ആരോപണവുമായി രംഗത്ത് വരികയായിരുന്നു. 6 വർഷം മുമ്പായിരുന്നു നേഹയും പ്രദീപും വിവാഹിതരായത്. മക്കളില്ലാതായതോടെ ചെറിയ അസ്വാരസ്യങ്ങൾ ഇവർക്കിടയിൽ ഉണ്ടായിരുന്നു. പ്രവാസിയായിരുന്ന പ്രദീപ് നാട്ടിലെത്തി ചികിത്സ നടത്തുകയും ചെയ്തു. 2 വർഷത്തിന് ശേഷം മകളുണ്ടായി. പ്രദീപ് കോയമ്പത്തൂരിലെ സ്വകാര്യ ടെക്സ്റ്റൈൽസ് കമ്പനിയിൽ ജോലിയിൽ പ്രവേശിക്കുകയും ചെയ്തു. ആഴ്ചയിൽ 1 ദിവസമാണ് പ്രദീപ് വീട്ടിലെത്താറുള്ളത്. ആ ദിവസങ്ങളെല്ലാം നേഹയെ ഇയാൾ മർദ്ദിക്കാറുണ്ടായിരുന്നു എന്നതടക്കമുള്ള ഒരു വെളിപ്പെടുത്തൽ ബന്ധുക്കളുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട്. ബന്ധുക്കളുടെ പരാതിയെ തുടർന്ന് നേഹയുടെ ഭർത്താവ് പ്രദീപിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. കോയമ്പത്തൂരിലെ ചെരുപ്പ് കടയിൽ സെയിൽസ്മാനായ ഇയാൾ നേഹയെ നിരന്തരം മാനസികമായും ശാരീരികമായും പീഡിപ്പിച്ചിരുന്നു എന്നതടക്കമുള്ള ഗുരുതര വെളിപ്പെടുത്തലുകൾ വന്ന സാഹചര്യത്തിൽ ഇയാൾക്കെതിരെ നടപടി ഉണ്ടാകും എന്ന കാര്യത്തിൽ സംശയമില്ല. ഈ മരണം നടക്കുന്ന ദിവസവും നേഹയുമായി പ്രദീപ് വഴക്കുണ്ടാക്കിയെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. രാത്രി 10:30 വീട്ടിൽ പ്രശ്നമാണെന്നും തന്നെ വന്ന് കൂട്ടിക്കൊണ്ടു പോകണമെന്നും നേഹ അമ്മയെ ഫോണിൽ വിളിച്ചു പറഞ്ഞു. അച്ഛന് പനിയാണെന്നും പിറ്റേന്ന് രാവിലെ വന്ന് കൂട്ടിക്കൊണ്ടു പോരാമെന്നും അമ്മ നേഹയോട് മറുപടി പറഞ്ഞു. പക്ഷേ 2 മണിക്കൂറിന് ശേഷം മകൾ കുഴഞ്ഞു വീണു എന്ന വാർത്തയാണ് വീട്ടുകാരെ തേടിയെത്തുന്നത്. ഓഡിയോ ആശുപത്രിയിലെത്തിയപ്പോൾ മകൾ മരിച്ചു എന്ന വാർത്തയും ആ മാതാപിതാക്കൾ കേൾക്കേണ്ടി വന്നു. എന്തായാലും അതിദുഃഖകരമായ സംഭവമാണ് ഉണ്ടായിരിക്കുന്നത്. നേഹയുടെ ഭർതൃ വീട്ടുകാരാണ് ഇതുപോലെ നേഹ കുഴഞ്ഞു വീണു എന്ന വിവരം വീട്ടുകാരെ അറിയിച്ചത്. 12:30 നേഹയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. നേഹയുടെ കഴുത്തിൽ പാട് കണ്ട് അസ്വാഭാവികത തോന്നിയ ആശുപത്രി അധികൃതരാണ് പോലീസിൽ വിവരം അറിയിച്ചത്. എന്തായാലും വളരെ ദുഃഖകരമായ സംഭവമാണ് ഉണ്ടായിരിക്കുന്നത്. അതായത് ഇവർക്കിടയിൽ പ്രശ്നങ്ങളുണ്ട്. ആ ഒരു നിരന്തരം മർദ്ദിക്കാറുണ്ട്. അതിനേക്കാൾ ഏറെ വേദന തോന്നുന്ന ഒരു കാര്യം ഈ അമ്മയെ വിളിച്ച് നേഹ പറഞ്ഞത്, എന്നെ കൊണ്ടുപോ, എനിക്ക് ഇവിടെ നിൽക്കാൻ പറ്റുന്നില്ല, ഇവിടെ പ്രശ്നങ്ങളുണ്ട്, വഴക്കുണ്ട് എന്ന് മരണത്തിന് തൊട്ട് മുമ്പ് നേഹ അമ്മയെ വിളിച്ച് പറയുന്നു. പിറ്റേന്ന് തന്നെ കൊണ്ടുപോകാമെന്ന് വീട്ടുകാരും ഉറപ്പ് നൽകുന്നു. പക്ഷെ അതിനിടയിലാണ് എല്ലാം സംഭവിച്ചത്. ഞൊടിയിടയിൽ ഒരു ആത്മഹത്യ എന്ന ഒരു തീരുമാനത്തിലേക്ക് നേഹ എടുത്തു ചാടുകയായിരുന്നു. തീർച്ചയായിട്ടും ആത്മഹത്യയിലേക്ക് നേഹയെ നയിച്ചത് ആരൊക്കെയാണോ അവരൊക്കെ ശിക്ഷിക്കപ്പെടേണ്ടതും നേഹയ്ക്ക് നീതി കിട്ടേണ്ടതുമായിട്ടുണ്ട്. കുടുംബ പ്രശ്നങ്ങളുണ്ടായിരുന്നു. ഇയാൾ പ്രദീപ് എപ്പോഴും മർദ്ദിക്കുമായിരുന്നു എന്നൊക്കെ ബന്ധുക്കൾ പറയുന്നുണ്ട്. ഈ ഒരു മരണത്തിൽ ദുരൂഹതയുണ്ട് എന്ന് തുടക്കം മുതൽ തന്നെ വീട്ടുകാർ ഒരു ആരോപണം ഉന്നയിച്ചിരുന്നു. എന്തായാലും തക്കതായ ശിക്ഷ ഈ കുറ്റക്കാർക്ക് കിട്ടട്ടെ. അതായത് ആത്മഹത്യ പ്രേരണാ കുറ്റം അത് തീർച്ചയായിട്ടും നിലനിൽക്കുന്ന ഒരു കുറ്റം തന്നെയാണ്. അത് ആരാണോ അത്തരത്തിലൊരു ആത്മഹത്യയിലേക്ക് നേഹ എന്ന പെൺകുട്ടിയെ ഒരു വ്യക്തിയെ ആരാണോ മരണത്തിലേക്ക് തള്ളിവിട്ടത് അവർക്ക് തക്കതായ ശിക്ഷ കിട്ടണം എന്ന് തന്നെയാണ് ഏവരും ആഗ്രഹിക്കുന്നത്. നമുക്കറിയാവുന്നതുപോലെ തന്നെ ഇപ്പോൾ ഈ വിവാഹം കഴിഞ്ഞ് ഈ ഭർത്താവിൻ്റെ വീട്ടിലെത്തുന്ന പെൺകുട്ടികൾ ഇത്തരത്തിൽ ഭർതൃ വീട്ടിൽ വെച്ച് തൂങ്ങി മരിക്കുന്ന ഒരുപാട് സംഭവങ്ങൾ ആവർത്തിക്കുകയാണ്. ഒരു നല്ല ജീവിതമൊക്കെ സ്വപ്നം കണ്ട് ഒരു വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ അവിടെ കാത്തിരിക്കുന്നത് മറിച്ചുള്ള അനുഭവങ്ങളാണെങ്കിൽ, തിക്തമായ അനുഭവങ്ങളാണെങ്കിൽ
പല സ്ത്രീകളും ഇപ്പോൾ മരണം എന്ന ഒരു പോംവഴി അല്ലെങ്കിൽ അതൊരു പോംവഴിയായി കണ്ട് ആത്മഹത്യയിലേക്ക് നയിക്കപ്പെടുന്ന ഒരുപാട് സംഭവങ്ങൾ ഇപ്പോൾ തുടരെ ആവർത്തിക്കുകയാണ്. ഇപ്പോൾ നേഹയുടെ സംഭവത്തിന് മുന്നേ തന്നെ നമ്മൾ കേട്ടത് വിഭജികയുടെയും അതുല്യയുടെയും മരണ വാർത്തയാണ്. നമുക്കറിയാവുന്നതുപോലെ തന്നെ വിഭജികയും അതുല്യയും ഒക്കെ കുടുംബജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ നേരിട്ടു. ഭർത്താവിൽ നിന്ന് അവർ പ്രശ്നങ്ങൾ നേരിട്ടു. തുടർന്ന് അവർ ആത്മഹത്യയിലേക്ക് നയിക്കപ്പെടുകയായിരുന്നു. അതിന് മുന്നേ നമ്മൾ കേട്ട 2-3 വാർത്തകൾ, അതായത് റീമയുടെ ആത്മഹത്യ, അതുപോലെ തന്നെ ഷൈനി മക്കളുടെ ആത്മഹത്യ, അതുപോലെ ഇത്തരത്തിൽ കുറച്ച് അധികം വാർത്തകൾ നമ്മൾ ഈ കുടുംബജീവിതത്തിലെ പ്രശ്നങ്ങൾ, താളപ്പിഴകൾ കാരണം മരണം തിരഞ്ഞെടുക്കുന്ന ഒരുപാട് വാർത്തകൾ ആവർത്തിച്ച് കേൾക്കുകയാണ്. തീർച്ചയായിട്ടും അത് ആത്മഹത്യ ഒന്നിനും ഒരു പരിഹാരമല്ല എന്ന് ആവർത്തിച്ച് പറയുമ്പോൾ പോലും പലരും അതൊരു അവസാന മാർഗമായിട്ട് കാണുന്നു എന്നത് ഏറെ ദുഃഖകരം തന്നെയാണ്. തീർച്ചയായിട്ടും ഒരു കുടുംബജീവിതത്തിൽ പ്രവേശിക്കുമ്പോൾ അവിടെ പ്രശ്നങ്ങളുണ്ട് എങ്കിൽ കളഞ്ഞിട്ട് പോരുക, അല്ലെങ്കിൽ അവസാനിപ്പിക്കാം എന്ന ഒരു തീരുമാനത്തിലേക്ക് എത്തുക എന്നതിൽ കവിഞ്ഞ് അതൊരു ആത്മഹത്യയിലേക്ക് നയിക്കപ്പെടുമ്പോൾ അത് വളരെ ആശങ്കാജനകം തന്നെയാണ്. നമുക്കറിയാവുന്ന പോലെ തന്നെ അതുല്യയുടെ മരണം ഷാർജയിൽ കഴിഞ്ഞ വെള്ളിയാഴ്ച ദുരൂഹ സാഹചര്യത്തിലാണ് അതുല്യയെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. കൊല്ലം ചവറ സ്വദേശിനിയാണ് അതുല്യ ശേഖർ. മരണകാരണം സംബന്ധിച്ചുള്ള ഫോറൻസിക് റിപ്പോർട്ട് കിട്ടിയിട്ടില്ല. അതുകൊണ്ട് തന്നെ നാട്ടിലേക്ക് എത്തിക്കുന്നത് വൈകാനാണ് സാധ്യത എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പീഡനം സഹിക്കുക വയ്യാതെയാണ് ആത്മഹത്യ ചെയ്തത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നമ്മൾ കണ്ടതാണ്. അതായത് അതുല്യയുടെ ഭർത്താവ് എത്ര പൈശാചികമായിട്ടാണ് അതുല്യയോട് നിന്നത് എന്നതടക്കമുള്ള ദൃശ്യങ്ങളടക്കം നമ്മൾ കണ്ടതാണ്. ഷാർജയിൽ വെള്ളിയാഴ്ച മുതൽ ഞായറാഴ്ച വരെ 3 ദിവസം വാരാന്ത്യ അവധിയാണ്. അതുകൊണ്ട് തന്നെ ഫോറൻസിക് റിപ്പോർട്ട് കിട്ടാൻ തിങ്കളാഴ്ച വരെ കുടുംബത്തിന് കാത്തിരിക്കേണ്ടി വരും. അതുല്യയുടെ ശരീരത്തിൽ കണ്ടെത്തിയ പാടുകൾ വിശദമായ പരിശോധനയ്ക്ക് വിധേയമാക്കുമെന്ന് അധികൃതർ വ്യക്തമാക്കി. മരണം കൊലപാതകമാണോ എന്ന് സംശയിച്ച് ഷാർജയിലുള്ള സഹോദരി അഖില അതുല്യയുടെ ഭർത്താവ് കൊല്ലം ശാസ്താംകോട്ട സ്വദേശിയായ സതീഷിനെതിരെ ഷാർജ പോലീസിന് ഔദ്യോഗികമായി പരാതി നൽകിയിട്ടുണ്ട്. ഫോറൻസിക് റിപ്പോർട്ട് കിട്ടിയിട്ട് മാത്രമായിരിക്കും അതുല്യയുടെ മരണത്തിലൊരു ദുരൂഹത, അത് ഇപ്പോഴും കുടുംബം ഒരു ദുരൂഹതയുണ്ട് എന്ന് ആരോപിക്കുന്നുണ്ട്. ആ ദുരൂഹത മാറണമെങ്കിൽ ഫോറൻസിക് റിപ്പോർട്ട് കൂടി കിട്ടേണ്ടതായിട്ടുണ്ട്. എങ്കിൽ മാത്രമേ ഈ കാര്യത്തിൽ ഒരു വ്യക്തതയിലേക്ക് എത്താൻ സാധിക്കുകയുള്ളൂ. മാത്രമല്ല, സതീഷിനെതിരെ അതുല്യയുടെ കുടുംബം നേരത്തെയും ഗുരുതരമായ ആരോപണങ്ങളാണ് ഉന്നയിച്ച് രംഗത്ത് വന്നത്. അതുല്യയെ താൻ ഉപദ്രവിച്ചിട്ടുണ്ട് എന്ന് സതീഷ് മാധ്യമങ്ങളോട് വെളിപ്പെടുത്തിയ കാഴ്ചയൊക്കെ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടതാണ്. ഷാർജയുടെ പ്രധാന കേന്ദ്രവും ജനസാന്ദ്രതയേറിയ നഗരപ്രദേശവുമായ റോള പാർക്കിനടുത്തെ ഫ്ലാറ്റിലാണ് അതുല്യ തൂങ്ങി മരിച്ചത്. അപ്പോൾ അതിനു മുന്നേ വന്ന ദൃശ്യങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ്. ഈ സ്റ്റൂളൊക്കെ എടുത്ത് അതുല്യയെ ഉപദ്രവിക്കാൻ നിൽക്കുന്ന സതീഷിൻ്റെ ദൃശ്യങ്ങളൊക്കെ, വളരെ ഭയാനകമായ ദൃശ്യങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ്. ഇത്തരത്തിൽ വളരെ വലിയ രീതിയിൽ ആ പെൺകുട്ടിയെ ഉപദ്രവിച്ചുകൊണ്ടിരുന്ന ഒരു ജീവിത പങ്കാളി അപ്പോൾ ആത്മഹത്യാ പ്രേരണ കുറ്റമടക്കം നേരിടേണ്ടി വരും. ഈ അമ്മ മൊഴി നൽകിയത് തൻ്റെ മകളെ കൊന്നു എന്ന രീതിയിലാണ് അമ്മ മൊഴി നൽകിയിരിക്കുന്നത്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ പ്രതിക്കെതിരെ ഈ ഒരു കൊലക്കുറ്റം അടക്കം ചുമത്തിയാണ് പോലീസ് കേസെടുത്തിരിക്കുന്നത്. മരിക്കുന്നതിന് മുമ്പ് തൊട്ടടുത്ത കെട്ടിടത്തിൽ താമസിക്കുന്ന സഹോദരി അഖിലയ്ക്ക് ഭർത്താവ് സതീഷിൽ നിന്നേറ്റ ശാരീരിക പീഡനത്തിന്റെ തെളിവായി ഫോട്ടോകളും വീഡിയോകളും അയച്ചു കൊടുത്തിരുന്നു. മദ്യപിച്ച് എന്തൊക്കെയോ കാട്ടിക്കൂട്ടുന്ന സതീഷിനെയൊക്കെ ഈ വീഡിയോയിൽ നമുക്ക് കാണാവുന്നതാണ്. മാത്രമല്ല, അതുല്യയുടെ ശരീരത്തിൽ പല ഭാഗത്തും സതീഷിൽ നിന്നേറ്റ പീഡനത്തിന്റെ തെളിവുകളുമുണ്ട്. ഇതെല്ലാം ഇയാൾക്കെതിരെയുള്ള ഗുരുതര തെളിവുകളായി മാറിയിരിക്കുകയാണ്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.